പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു വിഷയം വിമൺ ആൻഡ് ഹെൽത്ത് ഇൻ ഇന്ത്യ. എസ്പെഷ്യലി ഈ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് ഞാൻ സംസാരിക്കുന്ന സമയത്ത് എസ്പെഷ്യലി ജെൻഡർ ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നൊരു സബ്ജക്റ്റിൽ ഹെൽത്ത് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് എത്രമാത്രം, വിമൻ്റെ ഹെൽത്ത് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. നമുക്കറിയാം, health is defined as not merely the absence of diseases. It is a type of well-being, complete physical, mental and spiritual well-being of a person, of a community, of a group. ഇങ്ങനെയൊക്കെ നമുക്ക് ഹെൽത്തിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഹെൽത്ത് എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ എന്തുകൊണ്ട് വിമൺ ആൻഡ് ഹെൽത്ത് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നു? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ എഡ്യൂക്കേഷനും മറ്റു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വിമൺ ആൻഡ് ഹെൽത്ത് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം, ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ജെൻഡർ ബയാസ് ഇൻ ആക്സസ് ടു ഹെൽത്ത് കെയർ, പ്രോബ്ലംസ് ഓഫ് വിമൺ റിലേറ്റഡ് ടു ഹെൽത്ത്, factors that determine the health concerns of women, different health policies for women in India. അതാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയങ്ങൾ. നമുക്കറിയാം, മൾട്ടിപ്പിൾ ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ വിമൻസിൻ്റെ ഹെൽത്ത് നമ്മൾ എക്സാമിൻ ചെയ്യുന്നത്. ആൻഡ് വിച്ച് മേ വേരി ബൈ ജോഗ്രഫി. നമുക്കറിയാം, ഓരോ സംസ്ഥാനത്തെ ഓരോ ഏരിയയിലെ വിമൻസിൻ്റെ ഹെൽത്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ജോഗ്രഫിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, ദ സോഷ്യോ എക്കണോമിക് ഫാക്ടേഴ്സ്, ഡിഫറെൻറ്റ് സോഷ്യോ എക്കണോമിക് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ വിമൻസ് ഹെൽത്ത് ഇൻ ഇന്ത്യ, ആൻഡ് ദെയർ കൾച്ചറൽ ക്യാരക്ടറിസ്റ്റിക്സ്, ദ കൾച്ചറൽ ഡൊമെയിൻ. ഇതൊക്കെ ഒരു പരിധിവരെ വിമൻസിൻ്റെ ഹെൽത്തിനെ ഒരു പരിധിവരെ ബാധിക്കുന്നുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ പലതരത്തിലുള്ള പ്രത്യേകിച്ച് സ്ത്രീകളുടെ ആരോഗ്യം എന്ന് പറയുന്നത്, ടു ആഡിക്വേറ്റ്ലി ഇംപ്രൂവ് ദ ഹെൽത്ത് ഓഫ് വിമൺ ഇൻ ഇന്ത്യ, മൾട്ടിപ്പിൾ ഡയമെൻഷൻസ് ഓഫ് വെൽബീയിങ് മസ്റ്റ് ബി അനലൈസ്ഡ്. നമുക്കറിയാം, വെൽബീയിങ്ങിൻ്റെ മൾട്ടിപ്പിൾ ഡയമെൻഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യേണ്ടിയിരിക്കുന്നു when we compare to men in India. നമുക്കറിയാം, ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് നമ്മുടെ വിമൺ കറൻ്റ്ലി they are facing multiple health issues and which ultimately affect the aggregate economics output. നമ്മുടെ രാജ്യത്തെ തന്നെ അത് പൂർണ്ണമായി ബാധിക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ വിമൺ എംപവർമെൻറ്റ് എന്ന് പറയുന്നൊരു വേർഡ്, വിമൺ എംപവർമെൻറ്റ്, ഇറ്റ് ഈസ് വെരി ക്രിട്ടിക്കൽ ടു എൻഷുവർ ദ സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് എനി കൺട്രി. വിമൺ എംപവർമെൻറ്റ് എന്ന് പറയുന്നത്, ഹെൽത്ത് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വളരെയധികം പൂർണ്ണമാകുമ്പോൾ മാത്രമാണ് നമുക്ക് എംപവർമെൻറ്റ് സാധ്യമാവുള്ളൂ. നമുക്കറിയാം, ഒരുപാട് സ്കീംസ് വിമൻ്റെ വെൽഫെയറിന് വേണ്ടിയിട്ട്, വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് ഇന്ത്യൻ ഗവൺമെൻറ് നടപ്പിലാക്കുന്നുണ്ട്. സോ വിമൺ ഇൻ ഇന്ത്യ ഫേസ് മൾട്ടിപ്പിൾ ഓഫ് ഹെൽത്ത് പ്രോബ്ലംസ്. ദ ഗവൺമെൻറ് ഈസ് ട്രൈങ് ടു സോൾവ് ദീസ് പ്രോബ്ലംസ് വിച്ച് ഈസ് അൾട്ടിമേറ്റ്ലി അഫക്ട് ദ അഗ്രിഗേറ്റ് എക്കണോമിക്സ് ഔട്ട്പുട്ട്. നമുക്കറിയാം, ഹെൽത്ത് കെയർ, നമുക്കറിയാം 3 തലങ്ങളിലാണ് നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റം നിലനിൽക്കുന്നത്. പ്രൈമറി ഹെൽത്ത് കെയർ സിസ്റ്റം, സെക്കൻഡറി ഹെൽത്ത് കെയർ സിസ്റ്റം ആൻഡ് ടേഴ്ഷ്യറി ഹെൽത്ത് കെയർ സിസ്റ്റം. ഈ ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ഒരു കാര്യത്തിന് ജെൻഡർ ബയാസ് ഒരുപാടുണ്ട്. ജെൻഡർ ആൻഡ് ഡെവലപ്മെൻറ്റ് നമ്മൾ പറയുമ്പോൾ ജെൻഡർ ബയാസ് ഒരുപാടുണ്ട്. ആൻഡ് ജെൻഡർ ബയാസ് ഇൻ ആക്സസ് ടു ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം, ജെൻഡർ ഈസ് വൺ ഓഫ് ദ മെയിൻ സോഷ്യൽ ഡിറ്റർമിനൻസ് ഓഫ് ഹെൽത്ത്. ജെൻഡർ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ഡിറ്റർമിനൻസ് ആണ്, ആൻഡ് വിച്ച് ഇൻക്ലൂഡ് സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ദാറ്റ് പ്ലേ എ മേജർ റോൾ ഇൻ ദ ഹെൽത്ത് ഔട്ട്കംസ് ഓഫ് വിമൺ ഇൻ ഇന്ത്യ ആൻഡ് ആക്സസ് ടു ഹെൽത്ത് കെയർ. അവർക്ക് പുരുഷന്മാരെ പോലെ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിന് ആക്സസിബിലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട്. ഇറ്റ് ഷുഡ് ബി rethinkable. And studies have indicated that boys are more likely to receive treatment from healthcare facilities compared to girls. പലതരത്തിലുള്ള പഠനങ്ങൾ തെളിയിക്കുന്നത്
and boys are more likely to receive treatment from healthcare facilities compared to girls. നമുക്കറിയാം the role that gender plays in healthcare access can be determined by examining resource allocation. അല്ലേ, പലതരത്തിലുള്ള ആളുകൾക്ക് റിസോഴ്സ് അലോക്കേഷൻ എന്ന് പറയുന്നത്, റിസോഴ്സ് അവൈലബിൾ ആക്കുക എന്നുള്ളത് ഗവൺമെൻറ് ചെയ്യേണ്ട ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഭരണകൂടം ചെയ്യേണ്ട ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അധികാരികൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ച്, അത് ചെയ്യുന്നുണ്ടോ, അത് ചെയ്യുന്നതിൻ്റെ അപാകത മൂലം കിട്ടാവുന്ന ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് കിട്ടാതിരിക്കുകയും അത് ഒരു പരിധി വരെ നമ്മളെ ബാധിക്കുകയും ചെയ്യുന്നൊരവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ആൻഡ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ബിഗിൻസ് ബിഫോർ ബർത്ത്. സ്പെഷ്യലി അറിയാം, ജനനത്തിന് മുമ്പേ ഫീമെയിൽ ഫീറ്റിസൈഡും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളും നടപ്പിലാക്കുന്ന ഒരു രാജ്യത്താണ്. ഈവൻ നമ്മളുടെ രാജ്യത്ത് ഒരുപാട് നിയമങ്ങൾ, ലിംഗനിർണ്ണയത്തിനെതിരെയുള്ള നിയമങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും ആ ഡിസ്ക്രിമിനേഷൻ ജനനത്തിന് മുമ്പ് തന്നെ കാണുന്നു എന്നുള്ളതാണ്. ആൻഡ് ഫീമെയിൽസ് ആർ ദ മോസ്റ്റ് കോമൺലി അബോർട്ടഡ് സെക്സ് ഇൻ ഇന്ത്യ. ഫീമെയിൽസ് ആർ ദ മോസ്റ്റ് കോമൺലി അബോർട്ടഡ് സെക്സ് ഇൻ ഇന്ത്യ. നമുക്കറിയാം, ഫീമെയിൽ ഫീറ്റസ് ഈസ് നോട്ട് അബോർട്ടഡ്, the mother's pregnancy can be stressful experience due to her family's pressure and preference for a son എന്ന് പറയുന്ന ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്ന, ഹെൽത്ത് എന്ന് പറയുന്ന, ഹെൽത്ത് ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ഹെൽത്ത് ആക്സസ് എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. സോ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ബിഗിൻസ് ബിഫോർ ബർത്ത്. Females are the most commonly aborted sex in India. If a female fetus is not aborted, the mother's pregnancy can be stressful experience due to her family's preference for a son. നമുക്കറിയാമത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജെൻഡർ ബയാസ് നിലനിൽക്കുന്നുണ്ട് എന്ന് കൃത്യമായിട്ട് കാണാം. അപ്പോൾ ഒരു കാര്യമുണ്ട്, വൺസ് ബോൺ, ഒരു ജനന സമയമെടുത്തോ, ജനിച്ച് കഴിഞ്ഞാൽ ഡോട്ടേഴ്സ് ആർ പ്രോൺ ടു ബീങ് ഫെഡ് ലെസ് ദാൻ സൺ. അല്ലേ, അങ്ങനെ ഒരു സാഹചര്യം, ഫീഡിങ് എന്ന് പറയുന്ന ഒരു സംഭവം പൂർണ്ണമായിട്ടും ആൺകുട്ടികൾക്ക് കൊടുക്കുന്നത് പോലെ പെൺകുട്ടികൾക്ക് കിട്ടാത്തൊരവസ്ഥ, എസ്പെഷ്യലി വെൻ ദേ ആർ മൾട്ടിപ്പിൾ ഗേൾസ് ഓൾറെഡി ഇൻ ദ ഹൗസ് ഹോൾഡ്സ്. അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ട്. വെൻ വി കമ്പയർ ടു മിഡിൽ ഇന്ത്യ ആൻഡ് വടക്കേ ഇന്ത്യ, നോർത്ത് ഇന്ത്യയിലൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇങ്ങനൊരു വിമൻസ് ഹെൽത്ത് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് ഞാൻ പറഞ്ഞു വയ്ക്കുകയാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെനാരിയോ, ഇന്ത്യൻ സെനാരിയോ, ഒരു ഡെവലപ്പിംഗ് നേഷൻസിൽ ഏറ്റവും കൂടുതൽ ഹെൽത്ത് ഫെസിലിറ്റീസ് കൊടുക്കേണ്ട ഒരു രാജ്യത്ത് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. ഇനി ഹെൽത്ത് റിലേറ്റഡ് പ്രോബ്ലംസ് ഓഫ് വിമൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, there are so many problems of women relating to health. That first of all, malnutrition പറയുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മാൽന്യൂട്രീഷൻ്റെ ആവുന്ന, അല്ലെങ്കിൽ മാൽന്യൂട്രീഷൻ്റെ ആവുന്ന, അതായത് പ്രസവ സമയത്തായാലും അതിനു മുമ്പായാലും പോഷകാഹാരക്കുറവ് മൂലം പലതരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് അനുഭവിക്കുന്ന സ്ത്രീകൾ ഇന്ത്യയിലുണ്ട് എന്ന് തന്നെയാണ്. മോർബിഡിറ്റി, അതുമൂലം ഹെൽത്ത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ സംഭവിച്ച് ഈ എന്താ പറയുക, നമ്മളുടെ ന്യൂട്രീഷൻ ലെവലില്ലാത്തത് കൊണ്ട് തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങളാൽ ജനിക്കപ്പെടുന്ന പെൺകുട്ടികൾ. ബ്രസ്റ്റ് ക്യാൻസർ ഈസ് അനദർ ഫാക്ടർ. ബ്രസ്റ്റ് ക്യാൻസേഴ്സ് സ്വാഭാവികമായിട്ടും കൂടി വരുന്നൊരു സാഹചര്യമാണ് നമ്മുടെ ഇതിലുള്ളത്. ആൻഡ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് സിസ്റ്റം, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. ആൻഡ് STD, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ലൈക്ക് HIV, AIDS. റീപ്രൊഡക്റ്റീവ് റൈറ്റ്സ്, അതായത് നമുക്ക് പ്രസവിക്കാനും പ്രസവിക്കാതിരിക്കാനുമുള്ള അവകാശമുണ്ട്. പക്ഷേ ആ റീപ്രൊഡക്റ്റീവ് റൈറ്റ്സ് പൂർണ്ണമായിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. പ്രത്യേകിച്ച് പുതിയൊരു കാര്യം വരുന്നത് കാർഡിയോവാസ്കുലർ ഹെൽത്ത്. ഇപ്പോൾ കൂടുതലായിട്ടും സ്ത്രീകൾ മടിയത്തികളായിട്ട് വരികയാണ്, സ്വാഭാവികമായിട്ടും പല കാരണങ്ങൾ കൊണ്ടും. അവരുടെ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ്, സൂയിസൈഡ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മളുടെ ഹെൽത്ത് റിലേറ്റഡ് പ്രോബ്ലംസ് ആയിട്ട് നമ്മളുടെ രാജ്യത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം ഇതിനൊരു എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഇങ്ങനെയുള്ള ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. ഒന്ന്,
മാൽന്യൂട്രീഷൻ, കൃത്യമായിട്ടുള്ള അളവിൽ കൃത്യമായിട്ട് ഫുഡ് കിട്ടാത്തൊരവസ്ഥ സ്വാഭാവികമായിട്ടും സ്ത്രീകൾക്കുണ്ട്. പ്രത്യേകിച്ച് ഒരു ഏറ്റവും കൂടുതൽ പോവർട്ടി ഉള്ളൊരു രാജ്യത്ത് ഏറ്റവും കൂടുതൽ മോർ ദാൻ 50% ഓഫ് പോപ്പുലേഷൻ ആർ ലിവിങ് ഇൻ ബിലോ പോവർട്ടി ലൈൻ സ്റ്റിൽ. അതൊരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. സോ ഈ മാൽന്യൂട്രീഷൻ എന്ന് പറയുന്നൊരു സംഭവം അവിടെ ഭക്ഷിക്കാൻ മറ്റുള്ള അംഗങ്ങൾക്ക് കൊടുത്ത് പിന്നെ നമുക്ക് കിട്ടാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ മാൽന്യൂട്രീഷൻ്റെ ആവും, പലതരത്തിൽ മാൽന്യൂട്രീഷൻ്റെ ആവും. കൃത്യമായിട്ടുള്ള അളവിൽ കൃത്യമായിട്ടുള്ള ഫുഡ് പോഷകാഹാരം കിട്ടാത്തൊരവസ്ഥ വരുമ്പോൾ. ഇനി വേറൊരു കാര്യം, ഈ ഇനാഡിക്വേറ്റ് ഹെൽത്ത് സർവീസസ് അല്ലേ, ഒരു ഗ്രാമപ്രദേശത്ത് ഒരു പ്രദേശത്ത് ഇനാഡിക്വേറ്റ് ആയിട്ടുള്ള ഹെൽത്ത് സർവീസസും ഹെൽത്ത് ഫെസിലിറ്റീസും ഉണ്ട് എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വെരി വെരി പാത്തറ്റിക്. പലതരത്തിലുള്ള ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾ കോളേജിൽ വരികയാണ്, അവിടെ സാനിറ്ററി നാപ്കിൻ ഉപയോഗിക്കാനും ഡിസ്പോസിബിൾ ആയിട്ടുള്ള സംഭവങ്ങൾ ഉപയോഗിക്കാനും അത് ഡിസ്പോസ് ചെയ്യാനുള്ള സാഹചര്യം അവിടെ ഒരുക്കുകയാണ്. അല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അത് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം. ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ലെവല്, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു എത്രമാത്രം ഡ്രോപ്പ് ഔട്ടാണ് വിമൻസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളതെന്ന് പറഞ്ഞു. ലോ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ. എൻവയറമെൻ്റൽ ഹൈജീൻ, പലതരത്തിലുള്ള ഇപ്പോൾ നേരത്തെ പറഞ്ഞു സാനിറ്ററി നാപ്കിൻസ് ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യം. അതുപോലെ ഏർലി ചൈൽഡ് ബെയറിങ്, ഏറ്റവും കൂടുതൽ പെട്ടെന്ന് പ്രസവിക്കുന്നൊരവസ്ഥ, പ്രായപൂർത്തിയാവുന്നതിന് മുമ്പ് ചൈൽഡ് മാരേജ് ഒക്കെ നടന്ന് പ്രസവിക്കുന്നൊരവസ്ഥ. അൺസേഫ് അബോർഷൻ, പലതരത്തിലുള്ള അൺസേഫ് ആയിട്ടുള്ള അബോർഷൻസ് നടക്കുന്നു. ലെസ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി, അവർക്ക് ജോലി കൃത്യമായിട്ടുള്ള ശമ്പളത്തിൽ ജോലി കിട്ടാത്തൊരവസ്ഥ. ഡൊമസ്റ്റിക് വയലൻസ് നമ്മളിപ്പോഴും കാണുന്നതാണ്. ഇത്രമാത്രം വിദ്യാഭ്യാസമുള്ള സമൂഹത്തിലായാൽ പോലും ഡൊമസ്റ്റിക് വയലൻസ് നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇല്ലിറ്ററസി, നിരക്ഷരത, അവർക്ക് വേണ്ടത്ര വിദ്യാഭ്യാസം കിട്ടാത്തൊരവസ്ഥ. ഇതൊക്കെ ഹെൽത്തിനെ പൂർണ്ണമായിട്ട് അവർക്ക് ബോധ്യമാവാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുവന്നെത്തിക്കുകയാണ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ഇനി there are various health policies for women in India. There are various health policies for women in India. നമുക്കറിയാം NHM വരുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാം. NHM 2005 വരുന്നത്. അത് വരുമ്പോൾ NRHM ആയിരുന്നു, NUHM ആയിരുന്നു. NRHM വീണ്ടും അതിൻ്റെ കാലാവധി 7 വർഷം പൂർത്തിയാക്കുന്ന സമയത്ത് 2013 NUHM ഇംപ്ലിമെൻറ്റ് ചെയ്തു. പിന്നീട് NHM എന്ന് പറയുന്നതിലേക്ക് രണ്ടിനെയും കൂടി മാറ്റുന്നു. റീപ്രൊഡക്റ്റീവ് മെറ്റേണൽ ന്യൂബോൺ ചൈൽഡ് ആൻഡ് അഡോളസെൻ്റ് ഹെൽത്ത് സ്കീം 2013 വന്നതാണ്. ജനനി ശിശു സുരക്ഷാ കാര്യക്രം 2011 വന്നതാണ്. മെൻസ്ട്രുവൽ ഹൈജീൻ സ്കീം 2005 വന്നതാണ്. ഇതൊക്കെ വിമൻസിൻ്റെ ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്ത സ്കീമുകളാണ്. പക്ഷേ അതിന് കൂടെ ഒരുപാട് എംപ്ലോയ്മെൻറ്റ് സെനാരിയോയിൽ അല്ലെങ്കിൽ ഹെൽത്ത് സെനാരിയോയിൽ വേറെ കുറേ പ്രോഗ്രാംസും വന്നിട്ടുണ്ട്. എഡ്യൂക്കേഷൻ സെനാരിയോയിൽ വേറെ കുറേ പ്രോഗ്രാംസൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ഇന്ദിരാ മഹിളാ യോജന എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം വന്നതാണ്. അത് 1995-96 കാലഘട്ടത്തിലാണ് അത് വന്നത്. ഇത് കൂടാതെ അതുപോലെ അതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് generating awareness amongst women by disseminating information and knowledge, helping women achieve economic strength through micro level income generating activities. Micro level income generating activitiesലൂടെ അവർക്ക് economic strength ഉണ്ടാക്കി കൊടുക്കുക. Establishing convergence of various services such as literacy, health, non-formal education, rural development, water supply, training for capacity building and entrepreneurship. അങ്ങനെ പലതരത്തിലുള്ള പ്രോഗ്രാംസ് പലതരത്തിലുള്ള ഒബ്ജക്റ്റീവ് കൂടെ വന്നതാണ് ഇന്ദിര മഹിളാ യോജന IMY എന്ന് പറയുന്ന പ്രോഗ്രാം. 1995-96 വന്നതാണ്. പിന്നീട് സ്വർണ്ണ ജയന്തി ഗ്രാം സ്വരോസ്ഗാർ യോജന എന്ന് പറയുന്ന ഒരു പദ്ധതി വരികയും 99 വരികയും സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഉദ്ദേശം. അത് SHG ഫോം ചെയ്യുക, അവർക്ക് ട്രെയിനിങ് കൊടുക്കുക, ക്രെഡിറ്റ് കൊടുക്കുക, ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചറും മാർക്കറ്റിങ്ങും അങ്ങനത്തെ കുറേ കാര്യങ്ങൾക്ക് ട്രെയിനിങ് കൊടുക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും 50% ഗ്രൂപ്പുകളിൽ അതിലത് ഓരോ ബ്ലോക്കിലും ഷുഡ് ബി എക്സ്ക്ലൂസീവ്ലി ഫോർ വിമൺ. SHG ഫോം ചെയ്യുന്നതിൽ 50% വിമണിന് വേണ്ടി വരണം എന്ന് തീർച്ചയായിട്ടും അതിൻ്റെ ഉള്ളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പ്രധാനമായിട്ടും
സെൽഫ് റിലയൻ്റ് ആക്കുക, വിമണിനെ സെൽഫ് റിലയൻ്റ് ആക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിൻ്റെ പുറത്താണ് അത് വരുന്നത്. അപ്പം ഞാൻ 2 പ്രോഗ്രാംസ് ഈ സ്ലൈഡിൽ കാണുന്നതിന് അപ്പുറത്തേക്ക് 2 പ്രോഗ്രാംസ് നിങ്ങളോട് പറഞ്ഞു. ഒന്ന് സ്വർണ്ണ ജയന്തി ഗ്രാം സ്വരോസ്ഗാർ യോജന, ഇന്ദിരാ മഹിളാ യോജന. പിന്നെ വേറൊരു പ്രോഗ്രാം വരുന്നത് 1999 തന്നെ. ഈ പ്രോഗ്രാംസ് ഒക്കെ വരുന്നതിന് മുമ്പ് സെൻട്രൽ റൂറൽ സാനിറ്റേഷൻ പ്രോഗ്രാം. അപ്പോൾ സെൻട്രൽ റൂറൽ സാനിറ്റേഷൻ പ്രോഗ്രാം വരുന്നത് സെൻട്രലി സ്പോൺസേഡ് സ്കീമാണെന്ന് ഞാൻ ആ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം. സെൻട്രൽ റൂറൽ സാനിറ്റേഷൻ പ്രോഗ്രാം ആൻഡ് ഇറ്റ് വാസ് ലോഞ്ച്ഡ് വിത്ത് എഫക്ട് ഫ്രം 1999 ഇയർ. അതായത് 1999 മുതലാണ് അത് വരുന്നത്. സാനിറ്ററി ലാട്രിൻസും എന്താ പറയുക, അത് കൃത്യമായിട്ട് കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതാണ്. റൂറൽ ഹൗസ് ഹോൾഡ്സിന് വേണ്ടി സാനിറ്ററി ലാട്രിൻസ് കൺസ്ട്രക്ട് ചെയ്യുക. ഏകദേശം 10% allocated funds can be utilized for construction and maintenance of public latrines for women under the scheme. അതായത് സ്ത്രീകൾക്ക് വേണ്ടി പബ്ലിക് ലാട്രിൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശമായിരുന്നത്. സെൻട്രൽ റൂറൽ സാനിറ്റേഷൻ പ്രോഗ്രാം, CRSP എന്ന് പറയുന്ന പ്രോഗ്രാം. ഇനി വേറൊരു പ്രോഗ്രാം 2001 ഈ NHM ഒക്കെ വരുന്നതിന് മുമ്പ് 2001 സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന എന്ന് പറഞ്ഞൊരു പദ്ധതി വന്നായിരുന്നു. ഇതൊക്കെ റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമാണ്, അതേസമയം വിമണിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികളുമാണെന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. അത് പ്രധാനമായിട്ടും പ്രൈമറി ഒബ്ജക്റ്റീവ് ആയിരുന്നത് അഡീഷണൽ വേജ് എംപ്ലോയ്മെൻറ്റ് റൂറൽ ഏരിയാസിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ അതുവഴി ഫുഡ് സെക്യൂരിറ്റി, അവർക്ക് ന്യൂട്രീഷൻ ലെവൽ കുറച്ചും കൂടി കൂട്ടുക. സ്വാഭാവികമായിട്ടും ഒരു സോഷ്യൽ ആൻഡ് എക്കണോമിക് അസറ്റ്സും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റും ഒക്കെ റൂറൽ ഏരിയാസിൽ കൊണ്ടുവരിക. ഏകദേശം 30% എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇതുവഴി ഉൽപ്പാദിപ്പിക്കുന്ന, ഇതുവഴി ഫോം ചെയ്യുന്ന 30% എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഷുഡ് ബി റിസർവ്ഡ് ഫോർ വിമൺ എന്ന് കൃത്യമായിട്ട് ആ പ്രോഗ്രാമിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന എന്ന് പറയുന്നൊരു പദ്ധതി വരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയൊരു 30% എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഷുഡ് ബി റിസർവ്ഡ് ഫോർ ദ വിമൺ എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, ഇതിൻ്റെ അപ്പുറത്തേക്ക് 2005 NHM പറയുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം 2010 സ്കീം ഫോർ അഡോളസെന്റ് ഗേൾസ് എന്ന് പറഞ്ഞൊരു പദ്ധതി നമ്മുടെ UPA ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് 11 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ അവരെ എംപവർ ചെയ്യിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിൻ്റെ പുറത്ത് അഡോളസെന്റ് ഗേൾസിന് വേണ്ടിയിട്ട് അവരുടെ ന്യൂട്രീഷൻ ലെവൽ കുറച്ചും കൂടി കൂട്ടുക, ലൈഫ് സ്കില്ല് കൂട്ടുക, ഹോം സ്കില്ല് കൂട്ടുക, അവർക്ക് വൊക്കേഷണൽ ട്രെയിനിങ് കൊടുക്കുക. ഇതൊക്കെ ഈ ഉദ്ദേശത്തിൻ്റെ പുറത്തൊക്കെ വന്ന പദ്ധതിയാണ് സ്കീം ഫോർ അഡോളസെന്റ് ഗേൾസ് എന്ന് പറഞ്ഞ പദ്ധതി. അപ്പോൾ പ്രധാനമായിട്ടും ഈ ഒരു പദ്ധതിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അഡോളസെന്റ് ഗേൾസിന് എല്ലാ മേഖലയിലും ഹോളിസ്റ്റിക് ആയിട്ടുള്ളൊരു ഡെവലപ്മെൻറ്റ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പദ്ധതി ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഇനി 2015 വന്നിട്ടുള്ള വേറൊരു പദ്ധതി, ഞാൻ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് പദ്ധതികളും പറഞ്ഞിട്ട് ഈ സൈഡിൽ കാണുന്ന പദ്ധതികളിലേക്ക് നമുക്ക് പോകാം. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എഡ്യൂക്കേഷണൽ സ്കീമാണ്. സ്ത്രീകൾക്ക് വേണ്ടി അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള, പെൺകുട്ടികൾക്ക് വേണ്ടി വന്നിട്ടുള്ള ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറയുന്ന പദ്ധതി 2015 നരേന്ദ്രമോദി ഗവൺമെൻറ് ഇംപ്ലിമെൻ്റ് ചെയ്തതാണ്. സോ അത് സ്വാഭാവികമായിട്ടും ഈ ചൈൽഡ് സെക്സ് റേഷ്യോ കുറയുന്നത്, അതുവഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇല്ലാതാക്കുകയും അവരെ എംപവർ ചെയ്യിപ്പിക്കുകയും, അതായത് സ്ത്രീകളെ എംപവർ ചെയ്യിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ബേട്ടി പഠാവോ ബേട്ടി ബച്ചാവോ എന്ന് പറയുന്ന പദ്ധതിയുടെ ഒരു ഉദ്ദേശം. ഇറ്റ് ഈസ് എ ട്രൈ മിനിസ്റ്റീരിയൽ എഫേർട്ട് ഓഫ് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ്, ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആൻഡ് HRD ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്, മിനിസ്ട്രി ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റും മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറും മിനിസ്ട്രി ഓഫ് HRDയും കൂടി ഒരു ട്രൈ മിനിസ്റ്റീരിയൽ എഫേർട്ടാണ് ഈ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറഞ്ഞ പദ്ധതി ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള കാരണം. പ്രധാനമായിട്ടും ചൈൽഡ് സെക്സ് റേഷ്യോ കുറയുന്നത് തടയാൻ. അതിൻ്റെ ഭാഗമായിട്ട് ആദ്യമായിട്ട് ബേട്ടി പഠാവോ ബേട്ടി ബച്ചാവോ പദ്ധതി ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഡിസ്ട്രിക്റ്റ് ആയിരുന്നു, ശരിക്കും ലോഞ്ച് ചെയ്ത ഡിസ്ട്രിക്റ്റ് ആയിരുന്നു തൃശ്ശൂരായിരുന്നു ഏറ്റവും കൂടുതൽ ചൈൽഡ് സെക്സ് റേഷ്യോ കുറവാണ്. 1000 സ്ത്രീകൾക്ക് ഇത്ര പുരുഷന്മാർ, അല്ലെങ്കിൽ 1000 പുരുഷന്മാർക്ക് ഇത്ര സ്ത്രീകൾ എന്ന് പറയുന്ന ചൈൽഡ് സെക്സ് റേഷ്യോ കുറവുള്ള ഒരു ഇന്ത്യയിലെ ആദ്യത്തെ
ഡിസ്ട്രിക്റ്റ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ തൃശ്ശൂർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് അതിൽ അഭിമാനിക്കാം, തൃശ്ശൂർ ജില്ലയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്നുള്ളത്. ഏകദേശം 2015 അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. പിന്നെ 2015 തന്നെ പ്രധാനമന്ത്രി മാതൃവന്ദന യോജന എന്ന് പറയുന്ന ഒരു പദ്ധതി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ക്യാഷ് ഇൻസെൻറ്റീവ്സ് ഈ പറയുന്ന മാതൃവന്ദന യോജന പ്രകാരം കൊടുക്കുക. അതായത് അവരുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ, ന്യൂട്രീഷൻ സ്റ്റാറ്റസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്, എസ്പെഷ്യലി ഫോർ ദ പ്രഗ്നൻറ്റ് വിമൺ, പ്രഗ്നൻറ്റ് ആൻഡ് നഴ്സിംഗ് മദേഴ്സ്. ദാറ്റ് മീൻസ് പ്രധാനമായിട്ടും ലാക്ടേറ്റിംഗ് മദേഴ്സ് എന്നൊക്കെ പറയും നമ്മൾ. പ്രഗ്നൻ്റ് ആൻഡ് ലാക്ടേറ്റിംഗ് മദേഴ്സിന് വേണ്ടിയിട്ട് ഇവരുടെ ക്യാഷ് ഇൻസെൻറ്റീവ്സ് കൊടുക്കുക മാതൃവന്ദന യോജന പ്രകാരം. പ്രസവത്തിനും പ്രസവ ചെലവുകൾക്കുമായിട്ട് ക്യാഷ് ഇൻസെൻറ്റീവ്സ് കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യമായിട്ട് വരുന്നത്. പിന്നീട് വൺ സ്റ്റോപ്പ് സെൻറ്റേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളൊരു സംഭവമാണ് വൺ സ്റ്റോപ്പ് സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. അത് പ്രധാനമായിട്ടും പോലീസ് സർവീസ്, മെഡിക്കൽ സർവീസ്, ലീഗൽ സർവീസ്, ടെമ്പററി ഷെൽട്ടർ, ഇതൊക്കെ വിമണിന് ആക്സസിബിൾ ആക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിൻ്റെ പുറത്താണ് വൺ സ്റ്റോപ്പ് സെൻറ്റർ. അത് എസ്പെഷ്യലി ഡൊമസ്റ്റിക് വയലൻസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങളൊക്കെ തടയാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു വൺ സ്റ്റോപ്പ് സെൻറ്റേഴ്സ്. 2015 ഇംപ്ലിമെൻറ്റ് ചെയ്തതാണ്. അതുപോലെ തന്നെ 2016 ഞാൻ പറഞ്ഞ പദ്ധതികളൊക്കെ ഓർമ്മയിൽ വയ്ക്കുക. ഞാൻ വീഡിയോ ഒന്നുകൂടി കേൾക്കുക. മഹിള ഇ ഹാത്ത് എന്ന് പറയുന്നൊരു പദ്ധതി, അതായത് ഓൺലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോം ഫോർ വിമൺ എൻ്റർപ്രണേഴ്സ്, അവരുടെ എംപ്ലോയ്മെൻറ്റ് സെക്യൂരിറ്റിക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളൊരു പദ്ധതിയാണ് മഹിള ഇ ഹാത്ത് എന്ന് പറയുന്ന പദ്ധതി. 2016 തന്നെ ഈ ഉജ്ജ്വല സ്കീം എന്ന് പറയുന്നൊരു പദ്ധതി വരുന്നു. അത് പ്രധാനമായിട്ടും ട്രാഫിക്കിങ് കുറയ്ക്കുക, വിമണിനെതിരെയുള്ള ചിൽഡ്രനെതിരെയുള്ള കൊമേഴ്ഷ്യൽ ട്രാഫിക്കിങ്ങും സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷനും അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കുറയ്ക്കുക, അല്ലെങ്കിൽ റിഹാബിലിറ്റേഷൻ സർവീസസ് പ്രൊവൈഡ് ചെയ്യുക, അവരുടെ നീഡ് അനുസരിച്ച് റിഹാബിലിറ്റേഷൻ സർവീസ് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ വിക്ടിംസ്, അങ്ങനെയുള്ള വിക്ടിംസ് തിരിച്ച് ഫാമിലിയിലേക്കും സൊസൈറ്റിയിലേക്കും റീഇൻറ്റഗ്രേറ്റ് ചെയ്യുക. അങ്ങനെയുള്ള സാഹചര്യത്തിന് വേണ്ടി കൊണ്ടുവന്നിട്ടൊരു പദ്ധതിയായിരുന്നു ഉജ്ജ്വല സ്കീം എന്ന് പറയുന്നൊരു പദ്ധതി. 2016 നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളൊരു പദ്ധതിയായിരുന്നു ഉജ്ജ്വല സ്കീം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നാഷണൽ ന്യൂട്രീഷൻ മിഷൻ എന്ന് പറയുന്നൊരു പദ്ധതി ഏറ്റവും റീസെൻ്റ് ആയിട്ട് 2017 വന്നിട്ടുള്ളതാണ്. നാഷണൽ ന്യൂട്രീഷൻ മിഷൻ അതിൻ്റെ ഒരു പ്രത്യേകത, ഇതൊക്കെ ഹെൽത്തിന് വേണ്ടി വന്നിട്ടുള്ളതാണെന്ന് ഓർക്കണം കേട്ടോ. നാഷണൽ ന്യൂട്രീഷൻ മിഷൻ 2017 എസ്പെഷ്യലി സുപോഷിത് ഭാരത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു വിഷനായിരുന്നത്. അതായത് ഒരാളും ന്യൂട്രീഷൻ ലെവൽ താഴ്ന്നിട്ട് മരിക്കാനോ ബുദ്ധിമുട്ട് അനുഭവിക്കാനോ പാടില്ല. അപ്പോൾ അതിലൊരു ഉദ്ദേശം എന്ന് പറയുന്നത് ന്യൂട്രീഷൻ സ്റ്റാറ്റസ്, പ്രഗ്നൻറ്റ് വിമൻ്റെ ന്യൂട്രീഷൻ സ്റ്റാറ്റസ്, ലാക്ടേറ്റിംഗ് മദേഴ്സിൻ്റെ പ്രഗ്നൻറ്റ് വിമൻ്റെ ന്യൂട്രീഷൻ സ്റ്റാറ്റസ് കുറയ്ക്കുക, അവരിലുള്ള അനീമിയ പോലെയുള്ള അസുഖങ്ങൾ കുറയ്ക്കുക, കുട്ടികളിലും സ്ത്രീകളിലുള്ള അനീമിയ പോലുള്ള അസുഖങ്ങൾ കുറയ്ക്കുക എന്നുള്ളൊരവസ്ഥയിൽ നിന്നാണ് ഇത് വരുന്നത്, നാഷണൽ ന്യൂട്രീഷൻ മിഷൻ വരുന്നത്. അതുപോലെ തന്നെ പ്രധാനമന്ത്രി മഹിളാ ശക്തി കേന്ദ്ര എന്ന് പറയുന്ന 2017 വന്നിട്ടുള്ളൊരു സംഭവമാണ്. കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ, എസ്പെഷ്യലി റൂറൽ വിമൻ്റെ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ കുറയ്ക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിൻ്റെ പുറത്താണ് അത്, കൂട്ടുക എന്നുള്ള ഉദ്ദേശത്തിൻ്റെ പുറത്താണ് അത് വരുന്നത്. അതുപോലെ വിമൺ ഹെൽപ്പ് ലൈൻ 24/7 സർവീസ്, വിമൺ ഹെൽപ്പ് ലൈൻ 181 എന്ന് പറയുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഏത് സാഹചര്യത്തിലും വിമണിനെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള ആളുകൾ അവിടെ ഉണ്ടാവും എന്ന് കൃത്യമായിട്ട് പറയുന്ന വിമൺ ഹെൽപ്പ് ലൈൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആക്സിലറേറ്റഡ് റൂറൽ വാട്ടർ സപ്ലൈ പ്രോഗ്രാം, എസ്പെഷ്യലി കാരണം പ്രത്യേകിച്ച് നമ്മളുടെ ഹാൻഡ് പമ്പ്സും മറ്റു കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സ്ത്രീകളായതുകൊണ്ട് തന്നെ ആ സ്ത്രീകൾ വില്ലേജ് ലെവൽ വർക്കേഴ്സിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളൊരു പദ്ധതിയായിരുന്നു ആക്സിലറേറ്റഡ് റൂറൽ വാട്ടർ സപ്ലൈ പ്രോഗ്രാം, എസ്പെഷ്യലി ഫോർ ദ വിമൺ. ഹാൻഡ് പമ്പ്സ് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ അറിയാത്ത ആളുകൾക്ക്. ഇനി ഞാൻ ഈ സ്ലൈഡിൽ പറഞ്ഞ കുറച്ച് പ്രോഗ്രാംസിലേക്ക് കൊണ്ടുവരികയാണ്. ഞാൻ ഇതൊക്കെ പറഞ്ഞു, ഇതൊക്കെ റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് ആണ്. വിമണിൻ്റെ ഹെൽത്തിന് വേണ്ടി വന്നിട്ടുള്ള കുറേ പ്രോഗ്രാംസ് വേറെ ഉണ്ട് കേട്ടോ, നിങ്ങൾക്കത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം. ഇനി നമുക്ക് നാഷണൽ ഹെൽത്ത് മിഷൻ NRHM എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് പറയാം. ഇറ്റ് വാസ് ലോഞ്ച്ഡ് in 2005 with a view to bring about dramatic improvement in the health system
and the health status of the people, especially those who live in the rural areas of the country. NRHM ആണ്. NRHM എന്ന് പറഞ്ഞിട്ടാണ് ആ പ്രോഗ്രാം ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. നാഷണൽ ഹെൽത്ത് മിഷൻ സീക്സ് ടു പ്രൊവൈഡ് universal access to equitable, affordable and quality of health care which is accountable, at the same time responsive to the needs of the people, reduction of child and maternal deaths as well as population stabilization, gender and demographic balance. ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷ്യമായിട്ട് NRHM തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടായിരുന്നത്. Among the focus areas of NHM, reproductive, maternal, newborn, child and adolescent health, RMNCH+A, to address the major causes of mortality among the women and children as well as the delays in accessing and utilizing health care services. അവർക്ക് അതായത് ഈ NHMൻ്റെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് റീപ്രൊഡക്റ്റീവ്, മെറ്റേണൽ, ന്യൂബോൺ, ചൈൽഡ് ആൻഡ് അഡോളസൻറ്റ് ഹെൽത്ത് എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. NHM എന്ന് പറയുന്നതിൻ്റെ ഒരു ഏരിയ, ഒരു ഡയമെൻഷൻ ഈ പറയുന്ന റീപ്രൊഡക്റ്റീവ്, മെറ്റേണൽ, ന്യൂബോൺ, ചൈൽഡ് ആൻഡ് അഡോളസൻറ്റ് ഹെൽത്ത് എന്ന് പറയുന്ന ഒരു ഫോക്കസിങ് ഏരിയ കൂടി ഇതിനുണ്ട് എന്നുള്ളത് പറയാം നമുക്ക്. ഇനി ഇത് പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാൻ എന്ന് പറയുന്നൊരു പദ്ധതി. ആൻഡ് ഇറ്റ് ഹാസ് ബീൻ ലോഞ്ച്ഡ് വിത്ത് ദ ഇൻറ്റൻഷൻ ഓഫ് എൻഷുറിങ് ക്വാളിറ്റി ആൻറ്റിനേറ്റൽ കെയർ. അതായത് പ്രഗ്നൻറ്റ് വിമൺ എന്ന് പറയുന്ന ഒരു കാറ്റഗറിക്ക് ആൻറ്റിനേറ്റൽ കെയർ കൊടുക്കാൻ വേണ്ടിയിട്ടൊരു പദ്ധതിയാണ് പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാൻ എന്ന് പറയുന്നൊരു പദ്ധതി. അപ്പോൾ അതും ഹെൽത്ത് ഫെസിലിറ്റീസ് 2005 വന്നിട്ടുള്ള NRHM എന്ന് പറയുന്നത് നമുക്കറിയാം, അതിൻ്റെ ഒരു ഫുള്ളി ഫങ്ഷണൽ കമ്മ്യൂണിറ്റി ഓൺഡ് ഡീസെൻട്രലൈസ്ഡ് ഹെൽത്ത് ഡെലിവറി സിസ്റ്റമാണ്. ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ട്. ഇറ്റ് ഈസ് ഇൻ്റർസെക്ടറൽ കൺവേർജൻസ് അറ്റ് ഓൾ ലെവൽ to ensure simultaneous action on a wide range of determinants of health such as water, sanitation, education, nutrition and social and gender equality. ഇതൊക്കെ ഇതിൻ്റെ ഒരു ഉദ്ദേശമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആശാ വർക്കേഴ്സ്. നിങ്ങൾക്കറിയാം, കമ്മ്യൂണിറ്റി ഹെൽത്ത് വർക്കർ NHMൻ്റെ ഭാഗമായിട്ടുണ്ട്. അത് ആശാ വർക്കേഴ്സിനെ ഓരോ വാർഡിലും, ഓരോ റൂറൽ ഏരിയാസിലും അല്ലെങ്കിൽ അർബൻ ഏരിയാസിലും അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്ന് പറയുന്ന ആശാ വർക്കേഴ്സിനെ ഈ പ്രോഗ്രാമിൻ്റെ കീഴിലുണ്ട്. ആശാ വർക്കേഴ്സ് എന്ന് പറയുന്നത് ലോക്കൽ വിമൺ ട്രെയിൻ ടു ആക്ട് ആസ് എ ഹെൽത്ത് എഡ്യൂക്കേറ്റേഴ്സ് ആൻഡ് പ്രൊമോട്ടേഴ്സ് ഇൻ ദയർ കമ്മ്യൂണിറ്റീസ്. ഫോർ എക്സാമ്പിൾ, ഗിവിംഗ് ബർത്ത് ഇൻ ഹോസ്പിറ്റൽ, എൻകറേജിങ് ഫാമിലി പ്ലാനിങ്, അതുപോലെ തന്നെ ട്രീറ്റിംഗ് ബേസിക് ഇൽനെസ് ആൻഡ് ഇഞ്ചുറി വിത്ത് ഫസ്റ്റ് എയ്ഡ്. ഇതൊക്കെയാണ് അവരുടെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആശാ വർക്കേഴ്സും അതും സ്ത്രീകളാണ് അവിടെ നിലനിൽക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലും കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ റീപ്രൊഡക്റ്റീവ്, മെറ്റേണൽ, ന്യൂബോൺ, ചൈൽഡ് ആൻഡ് അഡോളസൻറ്റ് ഹെൽത്ത് ഞാൻ നേരത്തെ പറഞ്ഞു. ഇതിൻ്റെ ഭാഗമായിട്ട് NHMൻ്റെ ഭാഗമായിട്ട് 2013 ഇംപ്ലിമെൻറ്റ് ചെയ്തതാണ്. 2013 ഇറ്റ് എസെൻഷ്യലി ലുക്സ് ടു അഡ്രസ് ദ മേജർ കോസസ് ഓഫ് മോർട്ടാലിറ്റി among the women and children as well as the delays in accessing and utilizing health care and services. അതുപോലെ തന്നെ ഇറ്റ് ഓൾസോ ഫോക്കസസ് ഓൺ ദ പ്രൊട്ടക്ട് ദ ലൈവ്സ് ആൻഡ് സേഫ് ഗാർഡ് ദ ഹെൽത്ത് ഓഫ് വിമൻ, adolescents and children, and this has been the driving force for reaching out the maximum numbers in the remotest corners of the country through constant innovation and calibration of interventions. കൃത്യമായിട്ട് രാജ്യത്തിൻ്റെ എല്ലാ മൂലയ്ക്കും ഈ പറഞ്ഞ സർവീസ് കൊണ്ടുവന്ന് എത്തിക്കുക എന്നുള്ളതാണ്. റീപ്രൊഡക്റ്റീവ്, മെറ്റേണൽ, ന്യൂബോൺ, ചൈൽഡ് ആൻഡ് ഹെൽത്ത്, അഡോളസൻറ്റ് ഹെൽത്ത്. ഇനി ജനനി ശിശു സുരക്ഷാ കാര്യക്രം JSSK 2011 വന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 2011 ലോഞ്ച് ചെയ്തൊരു പ്രോഗ്രാമാണ്. പ്രഗ്നൻറ്റ് വിമണിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഹെൽത്ത് ഫെസിലിറ്റീസ് ആക്സസ് ചെയ്യാൻ എളുപ്പമാക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിൻ്റെ പുറത്താണ് അത് വരുന്നത്. അതിൻ്റെ ഫ്രീ എൻറ്റൈറ്റിൽമെൻറ്റ്സ് ഫോർ പ്രഗ്നൻറ്റ് വിമൺ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് താഴെ തന്നിട്ടുണ്ട്. അതിൽ ഫ്രീ ആൻഡ് ക്യാഷ്ലെസ് ഡെലിവറി, ഫ്രീ C-സെക്ഷൻ, അതായത് C-സെക്ഷൻ പ്രസവത്തിന് ഫ്രീ ആയിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുക. അതുപോലെ ഫ്രീ ഡ്രഗ്സ് ആൻഡ് കൺസ്യൂമബിൾസ്, ഫ്രീ ഡയഗ്നോസ്റ്റിക്, ഫ്രീ ഡയറ്റ് ഡ്യൂറിങ് സ്റ്റേ ഇൻ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ. ആശുപത്രിയിൽ ജീവിക്കുമ്പോൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഫ്രീ ഡയറ്റ് ഡ്യൂറിങ് സ്റ്റേ ഇൻ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഫ്രീ പ്രൊവിഷൻ ഓഫ് ബ്ലഡ്, എക്സംഷൻ ഫ്രം യൂസർ ചാർജസ്, ഫ്രീ ട്രാൻസ്പോർട്ട് ഫ്രം ഹോം ടു ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഫ്രീ ട്രാൻസ്പോർട്ട് ബിറ്റ്വീൻ ഫെസിലിറ്റീസ് ഇൻ കെയർ ഓഫ് റെഫറൽ, ഫ്രീ ഡ്രോപ്പ് ബാക്ക് ഫ്രം ഇൻസ്റ്റിറ്റ്യൂഷൻ ടു ഹോം ആഫ്റ്റർ 48 hours സ്റ്റേ. 48 മണിക്കൂറിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കുക എന്ന സാഹചര്യം വരെ ജനനി ശിശു സുരക്ഷാ കാര്യക്രമത്തിൽ ഗവൺമെൻറ് നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം ഇത്രയും. അതുപോലെ തന്നെ അടുത്തൊരു പ്രോഗ്രാം എന്ന് പറയുന്നത് മെൻസ്ട്രുവൽ ഹൈജീൻ സ്കീം.
The program for promotion of menstrual hygiene combines health education for adolescent girls, providing regular supply of sanitary napkins and enabling other sanitation measures such as access to water and toilets in schools. അതിപ്പോഴും നടപ്പിലാക്കിയിട്ടുണ്ടോ, പൂർണ്ണമായിട്ട് നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് കഴിയില്ല. അപ്പം സാനിറ്ററി നാപ്കിൻസും കൃത്യമായിട്ടുള്ള സമയത്ത് കൃത്യമായിട്ടുള്ള അളവിൽ ആളുകൾക്ക്, അതായത് അഡോളസെൻറ്റ് ഗേൾസിനും സ്ത്രീകൾക്കും കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിൻ്റെ പുറത്താണ് മെൻസ്ട്രുവൽ ഹൈജീൻ സ്കീം വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അതാണ്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞത് ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും profound studies reported that women are more sickly and disabled than men throughout the life cycle. It has been suggested that women are particularly vulnerable where basic maternity care is unavailable. Due to the involvement of biological factors, women are more prone to sexual exposure of contracting sexually transmitted infection. STI ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് സ്ത്രീകളിലാണ്. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്, HIV പോലെയുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ എറിയാവുന്നത് ശരിക്കും പറഞ്ഞാൽ സ്ത്രീകളാണ്. Adequate nutrition for women would help them to serve as productive members of the society to develop the consequent health generation. The government should take necessary and compulsory policies to improve the literacy rate and quality education, as well as to provide adequate employment opportunities for women, which might explore positive impact on the women's health concerns. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനായിട്ട് കഴിയുക. ഗവൺമെൻറ് ക്യാൻ ഇംപ്രൂവ് ദ ഹെൽത്ത് സ്റ്റാറ്റസ് ഓഫ് വിമൺ ബൈ സ്ട്രെങ്തനിങ് ആൻഡ് എക്സ്പാൻഡിങ് essential health services as well as frequent counseling on safe sex, awareness on educational and nutrition needs, and gender-based violence. A strong and sustained government commitment is therefore needed to improve the women's health concern. Nutrition and health education should be strengthened via Department of Health to improve the nutrition status of mother and child, which are intimately linked. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇത്രയാണ് നമുക്ക് വിമണും ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് പ്രോഗ്രാംസ് എന്നുള്ള ലെവലിൽ നമുക്ക് പറയാനുള്ളത്. ഇതിലെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ യു ക്യാൻ കമൻറ്റ് ഇൻ ദ അണ്ടർ ദ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ഓൾ.